ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് CP രാധാകൃഷ്ണൻ. മൊത്തം 452 വോട്ടുകൾ നേടിയാണ് ഇന്ത്യ മുന്നണിയുടെ നോമിനിയായ B. സുദർശൻ റെഡ്ഡിയെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. തമിഴ്നാട് സ്വദേശിയാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണൻ. തമിഴ്നാടിൽ നിന്നുള്ള 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ഇദ്ദേഹം. ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിമാരായ S. രാധാകൃഷ്ണൻ, R. വെങ്കിട്ടരാമൻ എന്നിവരും തമിഴ്നാട് സ്വദേശികളായിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ NDA നോമിനിയാണ് CP രാധാകൃഷ്ണൻ. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു ഇദ്ദേഹം. തെലങ്കാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2025 ജൂലൈ 21 ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ രാജിവെച്ചതോടുകൂടിയാണ് ഇങ്ങനെയൊരു ഉപരാഷ്ട്രപതി ഇലക്ഷൻ ഉണ്ടായത്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ രാജിവെച്ച 3ാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻകർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 66 വൈസ് പ്രസിഡന്റിനെ ഇലക്ഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ ചേർന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുക. ആർട്ടിക്കിൾ 64 പ്രകാരം രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ആർട്ടിക്കിൾ 67A പ്രകാരമുള്ള രാജിക്കത്താണ് മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ രാഷ്ട്രപതിക്ക് കൈമാറിയത്. വീഡിയോ യൂസ്ഫുൾ ആയ സബ്സ്ക്രൈബ് ചെയ്യണേ.